ഇന്ന് ഞങ്ങളിത് ജസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് പോയപ്പോഴാണ് ഒരു ചൈനീസ് സൂപ്പർ മാർക്കറ്റ് കണ്ടത്. അത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്, പക്ഷെ ഇതുവരെ അവിടെ പോയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് അവിടെ കയറി കേട്ടോ. അവിടെ കയറിയപ്പോൾ ഫ്രണ്ടിൽ തന്നെ അങ്ങനെ കരിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കരിക്കൊന്ന് ജസ്റ്റ് എടുത്ത് നോക്കി, വാങ്ങിച്ചിട്ടില്ല കേട്ടോ. പിന്നെ കമ്പിളി നാരങ്ങ കണ്ട്, അതൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള കുറേ ഫ്രൂട്ട്സുകൾ ഇവിടെ കണ്ടു കേട്ടോ. ഞാൻ പാക്ക് ആൻഡ് സേവിലും ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമ്മൾ കാണാറുണ്ട്, പക്ഷേ അവിടത്തേക്കാൾ കൂടുതൽ വെറൈറ്റി പ്ലംസ് ഒക്കെ ഇവിടെ കണ്ടു കേട്ടോ. ഈ ഒരു പ്ലം ഉണ്ടല്ലോ, ഈ റെഡ് കളറുള്ള, അത് കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മധുരമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, പുളിയൊന്നും ഇല്ല കേട്ടോ. എനിക്ക് ഈ പ്ലമ്മൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കുറച്ച് വാങ്ങിയിരുന്നു. പിന്നെ ഈ ഒരു ഫ്രൂട്ടിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, അത് കമ്പിളി നാരങ്ങ ഞാൻ തോന്നുന്നുണ്ട്, അത് കണ്ട്. പിന്നെ അത് കുറേ ആപ്പിൾസ് ഉണ്ട് കേട്ടോ. ആപ്പിൾസും വെറൈറ്റി ടൈപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ അതാ വെജിറ്റബിൾസിൻ്റെ സെക്ഷനിലേക്ക് പോയി. ഇവിടെയും വെജിറ്റബിളിൻ്റെ ഇത് പറഞ്ഞാൽ എല്ലാം ഉണ്ട് കേട്ടോ. അത് നടന്നു പോകുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ഗ്രേപ്സ് കണ്ടത്. ഗ്രേപ്സ് 3 തരം ഗ്രേപ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. ബ്ലാക്ക് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പയറുണ്ട് ഇവിടെ. പിന്നെ വെണ്ടക്ക, വഴുതനങ്ങ, തേങ്ങ, എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ പോയത് ഫിഷിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയിണ്ടായിരുന്നേ. അപ്പോൾ ഇവിടെ കുറേ മീനുകളുണ്ട്. പിന്നെ ഇതാ ഈ ഒരു മീനിൻ്റെ തല നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ അത് എടുത്തിട്ടോ. ഒരു തവണ വാങ്ങിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ 2ാമത്തെ തവണയും വാങ്ങിയത്. പിന്നെ ഇത് അവിടെ കുറച്ച് മീനുകളൊക്കെ ഉണ്ട്, കട്ട് ചെയ്ത് ഇങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഈ കല്ലുമ്മക്കായ കണ്ടിട്ടോ. കല്ലുമ്മക്കായ്ക്ക് റേറ്റ് കുറവാണ്, പക്ഷേ ടേസ്റ്റ് ഇല്ല കേട്ടോ. ചേട്ടൻ ചോദിച്ച് വാങ്ങിക്കണം, ഞാൻ വാങ്ങിക്കേണ്ടെന്ന് പറഞ്ഞു, കാരണം ടേസ്റ്റ് ഇല്ല. പിന്നെ ഫ്രോസൺ ഫിഷ് കുറേ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് വാൾനട്ട് ഇതങ്ങനെ ബാഗാക്കി വെച്ചിട്ടുണ്ട്. ഈ വാൾനട്ട് ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഓക്കെ, ജസ്റ്റ് കണ്ടപ്പോൾ ഞാൻ നിങ്ങളത് കാണിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഞങ്ങൾ നേരെ പോയത് മീറ്റിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ. ഇവിടെ പലതരം മീറ്റ് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോന്നായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അതിന് റേറ്റ് അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതും ഒരുപാട് എണ്ണം ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതങ്ങ് ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് അങ്ങനെ പോവാണ് കേട്ടോ. പിന്നെ നമ്മുടെ പന്നീൻ്റെ കാലാണ് തോന്നുന്നത്. ഓക്കെ, അതിങ്ങനെ കണ്ട്. പിന്നെ അതാ നമ്മുടെ കോഴിക്കാലും ഉണ്ട് ഇവിടെ. കോഴിക്കാലം അപ്പോൾ കുറച്ച് ആൾക്കാർ കഴിക്കും തോന്നുന്നു അല്ലേ. അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കണ്ട്. പിന്നെ ഗ്രോസറി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മളിവിടെ ചൈനീസ് സൂപ്പർ മാർക്കറ്റിൽ. കടല, ചെറുപയർ, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. അരിയൊന്നും കണ്ടില്ല, ഇതൊക്കെ കണ്ട്. പിന്നെ ഞാൻ നടന്നു പോകുമ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്. ഇതെന്താണെന്ന് ചോദിച്ച് നോക്കിയപ്പോഴാണ് ഇതൊരു തരം നൂഡിൽസാണ് മക്കളെ. അപ്പോൾ അതവിടെ വെച്ചിട്ടോ. പിന്നെ ഈ റൈസ് സ്റ്റിക്ക് പറഞ്ഞ സംഭവം കണ്ട്. ഇത് വെച്ചൊരു സംഭവം ഉണ്ട്, ഞാൻ വഴിയെ ഷോർട്സ് ഇടാം, കാണാം കേട്ടോ. പിന്നെ നമ്മളെ നാട്ടിലത്തെ കേരള ചിപ്സ് ഉണ്ട്, മിക്സ്ചർ ഉണ്ട്, കോഴിക്കോടൻ ചിപ്സ് എന്നതിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, ബനാന ചിപ്സ്. പിന്നെ പോള ചിപ്സൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുക്ക് ചെയ്ത് വെച്ച കുറച്ച് ഐറ്റംസൊക്കെ കണ്ടിട്ട്, ഇതൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഇടയിലും ഞാൻ കോഴിക്കാല് കണ്ടു. അപ്പോൾ അതൊക്കെ കണ്ട്. പിന്നെ അതവിടെ കുറേ ചൈനീസുള്ള എന്തൊക്കെയോ ഐറ്റംസ് വെച്ചിട്ടുണ്ട്. ചൈനീസ് ഇയർ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നുണ്ട്. ഡെക്കറേറ്റ് ചെയ്യുന്ന കുറേ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതാ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കപ്പ് കേക്കിൻ്റെ വേറൊരു ടൈപ്പ് കേക്ക്, അത് കണ്ട്. അപ്പോൾ അതൊന്ന് വാങ്ങിച്ച്. പിന്നെ ചേട്ടൻ ചോദിച്ചത് ആ ഉപ്പിലിട്ട മാങ്ങണ്ട് വേണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, കാരണം ഇവിടുത്തെ ഉപ്പിലിട്ട മാങ്ങയല്ല, ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല, അവിടെ വെച്ച് കിട്ടാം. പിന്നെ ഞങ്ങൾ നടന്നു പോകുമ്പോഴാണ് ഈ ഒരു സെക്ഷൻ മുഴുവനും നൂഡിൽസാണ്, വെറൈറ്റി നൂഡിൽസ്. പിന്നെ ചക്കനെ പോലത്തെ ഒരു ഫ്രൂട്ട് കണ്ട്, അതിൻ്റെ നേരെ ഫ്രോസണും അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ കപ്പയുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഐറ്റംസുകളൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് സ്ഥലം വിട്ട്